വീട്ടിന്റെ മറ്റേ വശത്താണ് താമസിച്ചിരുന്നെങ്കിൽ എന്നെ പോലുള്ള പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന പബ്ലിക് സ്കൂളിലായിരുന്നു എൻ്റെ രക്ഷിതാക്കൾ എന്നെ ചേർക്കേണ്ടിയിരുന്നത്. 6ാം ക്ലാസ്സിന് ശേഷം ആ കുട്ടികളും ഞാനും പബ്ലിക് ഇന്റർമീഡിയറ്റ് ഹൈസ്കൂളിലേക്ക് പോകുമായിരുന്നു. അവർക്കോ എനിക്കോ വേണ്ടി അന്ന് സ്വകാര്യ സ്കൂളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ ഒടുവിൽ പത്രം താഴെ വെച്ചു. അദ്ദേഹം എന്തോ ചിന്തിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ശരി മകനെ. അദ്ദേഹം പതുക്കെ പറഞ്ഞു തുടങ്ങി, നിനക്ക് പണക്കാരനാകണമെന്നുണ്ടെങ്കിൽ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നീ പഠിക്കണം. അച്ഛൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുക? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അതിന് നിന്റെ ബുദ്ധി ഉപയോഗിക്കണം മകനെ, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായത്, ഒന്നെങ്കിൽ അച്ഛന് അതിന്റെ ഉത്തരം അറിയില്ല, അതുകൊണ്ട് അച്ഛൻ പറയാതെ പറയാണ്, മോനെ എന്നെ നീ നാണം കെടുത്തരുത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. അങ്ങനെ എന്തോ ആണ് അച്ഛൻ ശരിക്കും ഉദ്ദേശിച്ചത്. ഒരു പാർട്ട്ണർഷിപ്പ് രൂപപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൈക്കിനോട് പറഞ്ഞു. എനിക്ക് തോന്നിയിടത്തോളം ആ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾ ഞങ്ങൾ 2 പേർ മാത്രമായിരുന്നു. മൈക്കും എന്നെ പോലെ തന്നെ ഒരു വിധിവശാലാണ് ആ സ്കൂളിലേക്ക് എത്തിയത്. കാരണം സ്കൂൾ ഡിസ്ട്രിക്ട് നിശ്ചയിച്ച അതിർത്തി രേഖയിലെ ഒരു ചെറിയ മാറ്റം കാരണം ഞങ്ങൾ പണക്കാരായ കുട്ടികളുടെ കൂടെ ആ സ്കൂളിലേക്ക് എത്തിപ്പെട്ടതാണ്. ഞങ്ങൾ ശരിക്കും പാവപ്പെട്ടവരായിരുന്നില്ല. പക്ഷേ മറ്റുള്ള കുട്ടികളുടെ കൈവശം പുതിയ സൈക്കിളുകള്, പുതിയ ബേസ് ബോളുകള്, പുതിയ ഗ്ലൗസുകള്, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവരായിട്ട് ഞങ്ങൾക്ക് തോന്നിയതാണ്. കാരണം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് അവർ പറയും, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനായി അധ്വാനിക്കുക എന്നെപ്പോഴും ഞങ്ങളോട് അച്ഛൻ പറയുമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ 9 വയസ്സുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയും അവിടെ ലഭ്യമായിരുന്നില്ല.